സമയം 8 മണി. ഞങ്ങളിപ്പം ശബരിമല റൂട്ടിൽ കടമനിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. സൂര്യനൊക്കെ ഒരുവിധം ഉദിച്ചുയർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. ഞങ്ങളിപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുണ്ട്, ഫുഡ് ഫാക്ടറി. ഞാനും മണിയുണ്ട്. ശരത്ത് പുറത്തോട്ട് ഇറങ്ങിപ്പോയി. ശരത്തിന് പൊറോട്ട കഴിക്കാം. പൊറോട്ടയും മുട്ടക്കറിയാണ് ഇന്നത്തെ ഭക്ഷണം, രാവിലെ ഭക്ഷണം. കയ്യിലുള്ള ഏത് വാഹനമാണോ അതും എടുത്തുകൊണ്ടങ്ങ് ഇറങ്ങുക. എന്നിട്ട് ഇതുപോലെ ചുറ്റും വനത്താൽ മൂടിയ റോഡുകളിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ട് കയ്യിലുള്ള വാഹനം ഏതാണോ അത് ഉപയോഗിച്ച് യാത്ര ചെയ്യുക. ജീവിതത്തിൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ആളുകൾ കുറവാണ്. പക്ഷേ ഒരു പരിധിവരെ അത് കുറച്ച് യാത്രകൾ കൊണ്ട് നമുക്ക് തിരുത്തി എഴുതാൻ കഴിയും. തീർച്ചയായും നിങ്ങൾ യാത്ര എന്ന ലഹരിയെ മനസ്സിലാക്കുക. സമയം 9:23. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ നമ്മുടെ സഹോദരന്മാർ പേട്ട തുള്ളാനെത്തുന്ന വാവൂര് പള്ളിയും അതുപോലെ തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രവും ഇവിടെ കാണാം. ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വലത്തോട്ടാണ് പോകാനുള്ളത്. സമയം 10:42. നമ്മളിപ്പോൾ ബോയ്സ് എസ്റ്റേറ്റ് അവരുടെ കീഴിൽ വരുന്നു. ശരത്തൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നല്ലൊരിതാണ്. യാതാണ് മലയെ പറ്റി 2 വാക്ക് പറയടേ. ഈ മല ഇടുക്കി റാന്നി താഴ്വരകളുടെ ഇടയിൽ സംഗമിക്കുന്ന 2 മലകളാണ്. പിന്നെ കുർത്തിച്ചക്കയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി. കുർത്തിച്ചക്ക പൈനാപ്പിളാ അതൊന്നല്ലേ? ശരത്തിന്റെ അഭിപ്രായം എന്താണ്? കുർത്തിച്ചക്കയും പൈനാപ്പിളും ഒന്നാണ്. അപ്പൊ ശരത്ത് കണ്ടുപിടിച്ച ഒരു കുളം ഞാൻ കാണിച്ചു തരാം. മഷിയിട്ട് നോക്കണം. നമ്മളെ ഫോണിന് പരിധികളുള്ള സ്ഥിതിക്ക് സമയം 11:26. അങ്ങനെ ഒരുപാട് സമയത്ത് യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ വളഞ്ഞെങ്ങാനം വാട്ടർഫോളിൽ നിൽക്കുകയാണ്. അതായത് ചാർലി സിനിമയിൽ കാണിക്കുന്ന ആ വെള്ളച്ചാട്ടം. നമ്മളെ ദുൽഖർ സൽമാൻ വെള്ളം കോരി കുടിക്കുന്ന ആ വെള്ളച്ചാട്ടം. ഇപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല, മൊത്തം ഡ്രൈ ആണ്. ഇത് കാണുന്ന മൊത്തം ടീ എസ്റ്റേറ്റാണ്. ഇത് വന്നിട്ട് പട്ടുമല എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഇല്ലേ? പട്ടുമല തീർത്ഥാടന കേന്ദ്രമാണ്. ഓടി വന്നപ്പോഴത്തേക്കും ഊണിനുള്ള സമയമായി. ഇത് ഈ വഴി എപ്പോൾ പോയാലും ഞങ്ങൾ കയറി കഴിക്കുന്ന ഹോട്ടലാണ്. ഹോട്ടലെന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു വീടാണ്. പക്ഷേ അസാമാന്യ കൈപുണ്യമുള്ള
ഒരമ്മയാണ് ഇവിടെ ഭക്ഷണം വെച്ച് വിളമ്പുന്നതൊക്കെ. ഒരു പ്രത്യേക രീതിയാണ്. അതായത് ഈ വടംകല്ലി മുളകിട്ട ഒഴിച്ചു കൂട്ടാനും പപ്പടവും ഈ ഇടിച്ച ചമ്മന്തി, കരുവാട് ചമ്മന്തി, ഉണക്കമീൻ ചമ്മന്തിയും അച്ചാറും, ചെറിയ ചെറിയ ഒരു വറുത്ത മീനൊക്കെ, ചെറിയ വറുത്ത മീനൊക്കെ കാണും. അപ്പോൾ ഇതാണ് ഞാൻ അമ്മ. തുച്ഛമായ വിലയ്ക്കാണ് ഊണ് വിളമ്പുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി റൂമെടുക്കണം, കുറച്ചുകൂടെ ഓടാനുണ്ട്, റൂമെടുക്കണം. ആദ്യമായി ചെയ്യുന്ന വീഡിയോകളാണ്. എന്തെങ്കിലും തെറ്റുകളോ ആരെങ്കിലും മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. Thanks for watching my YouTube video. God bless you and your family.